നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ, നിങ്ങളിലെ ചില സ്വഭാവ രീതികളെക്കുറിച്ചാണ് നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ 3 വ്യത്യസ്ത പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങൾ നോക്കിയത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചിത്രത്തിന് പിന്നിലുള്ള നിങ്ങളിലെ ചില രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക. നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ കുരുവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളിലെ ചില സ്വഭാവ രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ഭഗവാൻ മഹാദേവനെ ആരാധിക്കുന്നവരാണ്. ശിവഭക്തർ ആരെങ്കിലുമൊക്കെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ആത്മവിശ്വാസവും തൻ്റെടവും നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും പിന്നോട്ട് പോകാതെ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസം നിങ്ങളിലുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം ശത്രുക്കളുണ്ട്. സ്നേഹിക്കുന്നവർക്ക് ജീവൻ പോലും നൽകുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ. ശത്രുക്കളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും നിങ്ങൾ സമയം കളയാറില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ധാരാളം കഷ്ടപ്പാടുകളിൽ നിന്നും ജീവിച്ചു വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് എത്ര വലിയ പ്രശ്നമായാലും അതിനെ നിസ്സാരമായി കാണുകയും അതിനെ തൻ്റെടത്തോടെ നേരിടുകയും ചെയ്യുന്നു. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. പ്രത്യേകിച്ച് അച്ഛനെയും അമ്മയെയും ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നവരാണ്. അവരുടെ മനസ്സ് ആര് വേദനിപ്പിച്ചാലും നിങ്ങൾ ക്ഷമിക്കില്ല. ജീവിതത്തിൽ പലപ്പോഴും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ നിന്നെല്ലാം തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് നിങ്ങൾക്ക്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നിങ്ങനെയുള്ള മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ നിങ്ങളുടെ സാമീപ്യം പലർക്കും ആശ്വാസവും പോസിറ്റീവ് എനർജിയുമൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കൂടാതെ പ്രായഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ. ഇനി രണ്ടാമത്തെ ചിത്രമായ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സത്യസന്ധത ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും അറിയാതെ ഒരു കള്ളം പറഞ്ഞാൽ പോലും പിന്നെ അതിനെക്കുറിച്ചോർത്ത് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ആ തെറ്റ് തിരുത്തി പറയുന്നതുവരെ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനവും കാണില്ല. അതുപോലെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും വിള്ളലുകൾ വന്നിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുമുണ്ട്. എന്നാൽ അവിടെയെല്ലാം നിങ്ങളുടെ ക്ഷമയും ശരിയായ രീതിയിലുള്ള ഇടപെടൽ മൂലവും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈശ്വരനോടുള്ള ഭക്തി, ഭയം എന്നിവയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആരോടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ വന്നാൽ നിങ്ങളതൊരിക്കലും പ്രകടിപ്പിക്കാറില്ല. ഈശ്വരന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരെന്ത് തെറ്റ് ചെയ്താലും ദൈവം ചോദിച്ചോളും എന്ന മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മൂലം ആർക്കെങ്കിലും ദോഷമായി ബാധിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ തെറ്റായ രീതിയിൽ കാണുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണമായി വന്ന് ഭവിച്ചിട്ടുമുണ്ട്. ഇനി മൂന്നാമത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ
ചെറുപ്പം മുതൽക്കേ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, ആരെയും ആശ്രയിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ്. അതുപോലെ നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണനകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പല ആളുകളുടെയും യഥാർത്ഥ മുഖങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീണിട്ടുണ്ട്. ഇത് പലരുടെയും യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായകമായിട്ടുമുണ്ട്. അതുപോലെ നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു ജോലി ഏറ്റെടുത്താൽ അത് എത്ര കഷ്ടപ്പെട്ടു ഭംഗിയായി ചെയ്തു തീർക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. കൂടാതെ മനുഷ്യത്വം നിങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എല്ലാവരും, അതിപ്പോൾ എത്ര ശത്രുക്കളായാൽ പോലും അവരെല്ലാം നന്നായി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന ഒരു ചിന്ത നിങ്ങളിലുണ്ട്. ഇതിൽ പറഞ്ഞ സ്വഭാവ രീതികളൊക്കെ എത്രത്തോളം നിങ്ങളുടെ സ്വഭാവവുമായി ശരിയായി വന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.